നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആക്ച്വലി എങ്ങനെയാ കൊപ്പിച്ചില് കാല് കൊണ്ടേ? അതൊരു മരുന്ന് കുപ്പി നിലത്ത് വീണ് പൊട്ടിയിരുന്നു. അത് വൃത്തിയാക്കുന്നതിനിടയിലാ കാലില് ചില്ല് തറച്ചത്. കുപ്പിയിൽ മരുന്നുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുപ്പിയിൽ വിഷം അടങ്ങിയിട്ടുണ്ടായിരിക്കും. അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹത്തിൽ ഒരു തരിമ്പ് പോലും കുറവുണ്ടാവുകയുമില്ല. മഹേട്ടാ, ഞാനുണ്ടല്ലോ തന്റെ കൂടെ. മഹേട്ടനുള്ളതുകൊണ്ടാ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നതും. സിദ്ധു അനാഥനല്ലാതെ അച്ഛന്റെ എല്ലാ സ്നേഹവും അനുഭവിച്ച് വളർന്നിതുവരെ എത്തിയതും. ജാനകി, നമ്മൾ ജീവിതത്തിന്റെ ഇത്ര ദൂരവും ഒരു കുഴപ്പമില്ലാതെ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തിയില്ലേ? അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലാതെ ഇനിയുള്ള ദൂരവും നമ്മൾ ഒരുമിച്ച് തള്ളി നീക്കും. താൻ സമാധാനമായിട്ടിരിക്കണം. മഹേട്ടാ, കുട്ടാ, നമുക്ക് മരുന്ന് കഴിച്ചാലോ? എനിക്കിപ്പം മരുന്നൊന്നും വേണ്ട മാലാകെ. അതെന്താ മരുന്ന് വേണ്ടാത്ത? എന്നെക്കാൾ അസുഖം ഇപ്പൊ മാലാകയ്ക്കാ. അതുകൊണ്ട് മാലാക എന്റെ മരുന്ന് കഴിച്ചാൽ മതി. എനിക്കതിനൊരു കുഴപ്പമില്ലല്ലോ. ഉണ്ട്. ആര് പറഞ്ഞു? മാലാകയ്ക്ക് അസുഖമൊക്കെ ഉണ്ട്. മാലാക ഈ മരുന്ന് എന്തായാലും കഴിക്കണം. എവിടെ തന്നെ? അയ്യോ, ഇത് കുട്ടന്റെ മരുന്നാ. എനിക്ക് ഈ മരുന്നിന്റെ ആവശ്യമില്ല. ഇല്ല, അത് പറ്റില്ല. മാലാക എന്തായാലും മരുന്ന് കഴിക്കണം. മാലാകയ്ക്ക് ഞാൻ മരുന്ന്. വാശി പിടിക്കല്ലേ. മാലാക എന്റെ മരുന്ന് കഴിച്ചാ മതി. എന്താ കുട്ട ഇത്? മരുന്ന് കുടിക്കാനുള്ളതാ. എന്താ ഇത്? കുട്ട പറയുന്ന കേക്ക്. എന്താ കുട്ട എന്തായി കാണിച്ചേ? ഇവിടെ മുഴുവൻ കുപ്പിച്ചില്ലായല്ലോ. ശ്രദ്ധിക്കാതെ ആരെങ്കിലും ഇവിടെ ചവിട്ടിയാല് അവരുടെ കാലിൽ ചെല്ലി തറച്ചു കേറില്ലേ? അയ്യോ, കുട്ടനെന്താ പേടിച്ചോയോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. വാ, അങ്ങോട്ടേക്ക് മാറി നിക്കാം. ഞാനിതൊന്ന് വൃത്തിയാക്കട്ടെ. ഇങ്ങോട്ട് വരരുത് കേട്ടോ. കാല് മുറിയും. ഇങ്ങോട്ട് വരരുതേ. ചേച്ചി, എന്ത് പറ്റി? ഒന്നുമില്ല. കുട്ടന്റെ കയ്യിന്ന് മരുന്ന് കുപ്പി താഴെ വീണ് പൊട്ടി. അയ്യോ, ഷോ, ഇവിടെ ആകെ കുപ്പിച്ചില്ലാണല്ലോ. ഞാനിതൊക്കെ എടുത്തു മാറ്റാം. നീ ഇതിൽ ചവിട്ടാതെ സൂക്ഷിക്കണേ. വേണ്ട ചേച്ചി, ഞാൻ ക്ലീൻ ചെയ്യാം. വേണ്ട, നീ എവിടെ നിന്നാ മതി. ഞാൻ ക്ലീൻ ചെയ്തോളാം. സൂക്ഷിച്ച് ചേച്ചി, സൂക്ഷിച്ച്. അയ്യോ ചേച്ചി, അയ്യോ, ചേച്ചി മാലാകെ. കുപ്പിച്ചിലുണ്ടോ? ചേച്ചി, അയ്യോ, മാലാകെ, ചേച്ചി, കാല് മുറിഞ്ഞു. അയ്യോ, കാല് മുറിഞ്ഞു. ചേച്ചി, ചോര വരുന്നുണ്ടല്ലോ. ചേച്ചി അവിടെ ഇരിക്ക്. പതുക്കെ. എന്റെ ഈശ്വരാ, പതുക്കെ. ചോര. അയ്യോ, ചോര. ചേച്ചി, ഞാൻ പറയുന്ന കേക്ക്. നമുക്ക് ആശുപത്രി പോവാം. അതൊന്നും വേണ്ട. മാലാകെ, നോക്കട്ടെ. അയ്യോ, ഒത്തിരി മുറിഞ്ഞോ? സാരല്ല കുട്ട, ഇവിടെ ഇരിക്കേ. കാലില് കുപ്പിച്ചിലോട് ഇങ്ങോട്ട് വരണ്ട. ചേച്ചി, ചേച്ചി വാ, നമുക്ക് ആശുപത്രി പോവാം. എന്തിന്? ഇതൊരു ചെറിയ മുറിവല്ലേ. ചേച്ചി, ചെറിയ മുറിവാണെങ്കിലും കുപ്പിച്ചില് തറച്ചുണ്ടായ മുറിവാ. അതിന്റെ തരികൾ അകത്തുണ്ടാവും. ചേച്ചി, ചേച്ചി വാ. ചേച്ചി, അയ്യോ, ചേച്ചി, മാലാകെ, മാലാകെ, എന്റെ ഈശ്വരാ. എണീക്ക്. ചേച്ചി, ചേച്ചി, മാലാകെ, എണീക്ക്. ചേച്ചി, ചേച്ചി, എന്താ പറ്റി? മാലാകെ, ചേച്ചി, എണീക്ക് മാലാകെ. ചേച്ചി, കണ്ണ് എന്ത് തുറക്ക്. പറ്റിയേ? ചേച്ചി. കുപ്പിച്ചിലുകൊണ്ട് മുറിവുണ്ടായത് കാരണം ബോധം നഷ്ടപ്പെടില്ലല്ലോ. ഇത് ഉള്ളിൽ എന്തോ വിഷാംശം ചെന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് കാലിലെ മുറിവിലൂടെ ആകും ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്.
ആക്ച്വലി എങ്ങനെയാ കുപ്പിച്ചില് കാലുകൊണ്ടേ? അതൊരു മരുന്ന് കുപ്പി നിലത്ത് വീണ് പൊട്ടിയിരുന്നു. അത് വൃത്തിയാക്കുന്നതിനിടയിലാ കാലില് ചില്ല് തറച്ചത്. കുപ്പിയില് മരുന്നുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുപ്പിയിൽ വിഷം അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിലെ വിഷം കാരണമാ ദേവിക്ക് ബോധം നഷ്ടപ്പെട്ടത്. വിഷോ? അല്ല, ആ മരുന്നിൽ എങ്ങനെ വിഷം കലരും? അല്ല ഡോക്ടർ, പേടിക്കാൻ എന്തെങ്കിലും? നിങ്ങൾ കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ദേവിക്ക് അപകട സാധ്യതയില്ലാതായി. ഇനി ഭയപ്പെടാനൊന്നുമില്ല. ഋഷി, ചേച്ചി. ഹേ ദേവിക, ആർ യു ഓക്കേ? ഞാനത് എവിടെയാണ്? എന്റെ കാലൊരു കുപ്പിച്ചില് തറച്ചതല്ലേ, പിന്നെങ്ങനെ എനിക്ക് ബോധം നഷ്ടമായി? അതൊക്കെ വിശദമായിട്ട് പറയാൻ ചേച്ചി. കാലിലെ മുറിവിന്റെ അസ്വസ്ഥത അല്ലാതെ ദേവിക്ക് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഒന്നുമില്ല. എല്ലാം ശരിയായിക്കോളും. മുറിവ് സൂക്ഷിക്കണം, പ്രത്യേകിച്ച് നനവ് തട്ടാതെ സൂക്ഷിക്കണം. നനവ് പറ്റിയ വെള്ളത്തിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കാം ഡോക്ടർ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വരൂ. എന്തൊക്കെയാ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? ആരാ ആ മരുന്ന് കുപ്പിയില് വിഷം ചേർത്തത്? എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ വീട്ടില് നമ്മൾ ആരും സുരക്ഷിതരല്ല, അതല്ലേ എന്റെ അർത്ഥം? ശരിക്കും നമുക്കല്ല സുരക്ഷയില്ലാത്തത്. സുരക്ഷയില്ലാത്തത് കുട്ടനാണ്. കുട്ടന്റെ ജീവന അപകടത്തിലുള്ളത്. ഇപ്പൊ ഈ വിഷം ചേർത്തത് സ്വാമിയച്ഛൻ കുട്ടന് കഴിക്കാൻ നൽകിയ മരുന്നിൽ തന്നെയാ. സ്വാമിയച്ഛൻ നൽകിയ ആ മരുന്നില് ആരാ വിഷം ചേർത്തത്? നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചിരുന്ന മരുന്നില് എങ്ങനെ വിഷം കലർത്തി? നമ്മളറിയാതെ വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ശത്രു നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ശത്രു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ വീട്ടിൽ ആരാ ശത്രു? അതെനിക്കറിയില്ല. പക്ഷെ പുറത്തു നിന്നാരും നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ വരാറില്ലല്ലോ. ആ സ്ഥിതിക്ക് പുറത്തുള്ളവരെങ്ങനെ സംശയിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.